പലർക്കും ഇന്നൊരു വിചാരമുണ്ട്, ഒരു പിൻ പോയിന്റർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നിധി കണ്ടെത്താൻ കഴിയുന്നുള്ളത്. ഇത് സത്യമാണോ അല്ലെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ഓൾ എന്ന് അടിച്ചാൽ മാത്രം നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഉള്ളിൽ ഒന്ന് പോയാൽ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ എന്താണ് മെറ്റൽ ഡിറ്റക്ടർ അല്ല അതിൻ്റെ യൂസേജ് എന്താണെന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അതും ചാനൽ ഒന്ന് പോയി അങ്ങനെ കാണാൻ കഴിയും. അപ്പൊ നേരെ വീഡിയോയിൽ ഈ കാണുന്നത് ഒരു പിൻ പോയിന്റർ ആണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൈപ്പ് പിൻ പോയിന്റർ അവൈലബിൾ ആണ്. ഇതിപ്പോ മൈൻലാബ് ബ്രാൻഡിന്റെ ഒരു പിൻ പോയിന്റർ ആണ്. ഇതാണ് മൈൻലാബ് ബ്രാൻഡിൽ കേട്ടോ. ഓക്കെ, മൈൻലാബ് ബ്രാൻഡിൽ ഇത് 35 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പം തന്നെ ഗ്യാരറ്റ് ബ്രാൻഡിലും ഉണ്ട്. പല ബ്രാൻഡിലും ഈ സാധനം പിൻ പോയിന്റർ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങി നിക്ഷേപങ്ങൾ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുള്ള ഒരു ധാരണ ഒരുപാട് ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പെർപ്പസ് എന്താണെന്ന് ഞാൻ ആദ്യം പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ മെഷീനറീസ്, ഞാൻ മുമ്പ് ഒരുപാട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ട്രഷർ ഹണ്ട് ചെയ്യുന്ന മെഷീൻ. ട്രഷർ ഹണ്ട് ചെയ്യുന്ന മെഷീനിൽ നമുക്ക് റിക്കവറി ടൂൾ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റിനെ റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള് മാത്രമാണത്. ഇതിന് നമുക്കൊരു മാക്സിമം ഇഞ്ച് കിട്ടാൻ 4 ഇഞ്ച് 5 ഇഞ്ച് ഒരു 6 ഇഞ്ച് വരെയൊക്കെ, ഒരു 1 ഫീറ്റ് വരെയൊക്കെ വലിയ അത്യാവശ്യം പവറിലാണ്. 1 ഫീറ്റ് വരെയൊക്കെ വലിയ സൈസുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ലോഡ് എടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ആ റേഞ്ചിൽ നമുക്ക് ഇത് കിട്ടും. ഇത് വെച്ചിട്ട് എന്താണ് ഒബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. ഓക്കെ, ഇത് പവർ ഓൺ ആയി. അതിന് ശേഷം ഇതാക്കണം ഞാനൊരു മെറ്റൽ, ഒരു ഗോൾഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കട്ടോ, ഉണ്ടോ? പക്ഷെ ഇതില് ഞാൻ വാച്ച് ഉണ്ട്. ഓക്കെ, വാച്ച് സൗണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഏതാണ് ഒബ്ജക്റ്റ് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിന്റെ മെയിൻ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ മെഷീനറീസ് വെച്ച് നമ്മളിപ്പോൾ ഒരു ഗോൾഡ് കണ്ടെത്തിയെന്ന് കൂട്ടാം. അപ്പൊ നമ്മൾ അവിടെ മണ്ണ് കട്ട് ചെയ്ത് മാറ്റുന്നേരം മണ്ണിൽ മിക്സ്ഡ് ആയിരിക്കും ഗോൾഡ്. അപ്പൊ ഒരിക്കലും നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാവില്ല ഏതാണ് ഒബ്ജക്റ്റ്. ചെറിയ ഒബ്ജക്റ്റ് ഒന്നും ആണെങ്കിൽ തീരെ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു പിൻ പോയിന്റർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ മണ്ണിൽ ഇങ്ങനെ ജസ്റ്റ് ആക്കുന്നേരം അതിന്റെ അടുത്തെത്തുമ്പോൾ ഇതുപോലെ സൗണ്ട് ഉണ്ടാവും. ഈ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ആ പോയിന്റ് മാത്രം എടുത്താൽ നമുക്ക് സാധനം പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ കഴിയും. അതിന് ഉപയോഗിക്കുന്ന ടൂള് മാത്രമാണ്. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് വരെ കാണിച്ചാൽ കണ്ടോ, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് നിക്ഷേപങ്ങൾ കാര്യങ്ങളൊന്നും ഇത് വെച്ചിട്ട് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ നമുക്ക് എന്താക്കുക, അതൊക്കെ വാട്ടർ പ്രൂഫ് ഉള്ള സാധനം. ഇത് വാട്ടർ പ്രൂഫ് ആണ്. നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോയി ഇപ്പോൾ എന്തെങ്കിലും മാല അല്ലെ പിന്നെ റിങ്ങോ കാര്യങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ വീണ് പോയാൽ ഇത് കൊണ്ടുപോയി വൈബ്രേഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ കഴിയും, റിക്കവർ ചെയ്യാൻ കഴിയും. അതായത് മുകളിൽ കിടക്കുന്ന സാധനങ്ങൾ ആ വെള്ളത്തിന്റെ അടിയിൽ കൂടി നമ്മൾ ജസ്റ്റ് അങ്ങനെ കൊണ്ടുവരുന്നാൽ അവിടെ എവിടെയെങ്കിലും ഒബ്ജക്റ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇത് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താക്കുക റിക്കവർ ചെയ്യാം. അങ്ങനെ പൊടി ടൂളായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിന്റെ മെയിൻ യൂസേജ് നിക്ഷേപങ്ങൾ കാര്യങ്ങൾ കണ്ടെത്താനുള്ളതല്ല. ഇത് നമുക്ക് റിക്കവറി ടൂളാണ്. അതായത് വലിയ മെഷീൻ വാങ്ങിയാൽ ഇത് നമുക്ക് 100% യൂസ് ആവും. കാരണം അതിന്റെ കൂടുതൽ കിട്ടും. അല്ലാതെ ഇത് തന്നെ കൊണ്ടുപോയിട്ട് നമുക്കൊരു സാധനം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പക്ഷെ ഇങ്ങനെ നമ്മളെ ഇപ്പൊ ഒരു വെള്ളത്തിലൊരു റിങ് വീണ് പോയാൽ നമുക്ക് ഇത് മതി കേട്ടോ, അതിനൊക്കെ ഇത് മതി. പക്ഷെ നമ്മൾ നിക്ഷേപങ്ങൾ കാര്യങ്ങൾ ഹെവി ഡീപ്പ് കണ്ടെത്തുകയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇങ്ങനെ പൊടി ആയിട്ടുള്ളതൊക്കെ. കാരണം ഒരു 3-4 ഇഞ്ച് വരെയൊക്കെ ഇത് കിട്ടും. ചില ആൾക്കാരൊക്കെ കാണാണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിങ്ങനെയാണ് ബീച്ചിലെ ഏരിയയിലൊക്കെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകണം. ബീച്ചൊന്നും അലോട്ടുള്ള ഏരിയ അല്ല കേട്ടോ. അപ്പോൾ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും അടിയിൽ എന്തെങ്കിലും ചെറിയ കോയിൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ റിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു നിശ്ചിത അകലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കിട്ടും. ഇത് ഒരുപാട് ഡീപ്പ് പോയി എടുക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ മെയിൻ യൂസേജ് എന്താണെന്ന് വെച്ചാൽ റിക്കവറിയാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞ സാധനം മണ്ണിന്ന് വെട്ടിയിടുന്നേരം റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ലാത്തൊക്കെ ഉണ്ട്. വാട്ടർ പ്രൂഫ് ആകുമ്പോൾ വെള്ളത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിന്റെ യൂസേജ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടറിന്റെ ഒരുപാട് മോഡൽ നമ്മൾ എടുത്തിട്ടുണ്ട്. മൈൻലാബ് ആയാലും നോക്ട ആയാലും ഗ്യാരറ്റ് ആണെങ്കിലും എല്ലാ ബ്രാൻഡും നമ്മൾ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ഷോപ്പ് വരുന്നുണ്ട് കോഴിക്കോട് കൊടുവല്ലാട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്തെടുക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അടുത്ത് ഇവിടെ ഇപ്പം ബ്രാൻഡഡ് 2 വർഷം വാറണ്ടി ഒക്കെ ഉള്ളത് 12,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ 50, 1 lakh 2 lakh ഏത് റേഞ്ചിലുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മളെ ഷോപ്പ് വരുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി. നമ്മുടെ ഷോപ്പിൽ നമ്പറാ മെൻഷൻ ചെയ്യേണ്ട, ആവശ്യമുള്ളവർക്ക് വിളിക്കട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.